എൻ്റെ മോള് ഇതുവരെ മൊബൈലിൽ ഞാൻ കൊടുത്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവളുടെ അവകാശത്തെ എന്താക്കിയിട്ടില്ല, എതിർത്തിട്ടില്ല. അവകാശം അംഗീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പഠനം ഞാൻ കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈഫ് ഉപയോഗിക്കുമ്പോൾ അവൾക്ക് കാണാം. വൈഫിനെ പഠിപ്പിച്ചിരിക്കുന്നത് അവള് കുട്ടികളടക്കം കാണുന്നതായിരിക്കണം അവളും കാണേണ്ടത്. രണ്ടുപേർക്കും ഉപകാരപ്രദമായിട്ടുള്ളതാണ് അവളും കാണേണ്ടത് എന്നുള്ള രൂപത്തിൽ അതും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി കുട്ടികളെ ശരിക്കും ഈ മാതാപിതാക്കൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇവരെ ഈ ഒരു സാധനത്തിൽ അഡിക്റ്റ് ആക്കരുത് എന്നുള്ളത്. പക്ഷേ അത് ശരിക്കും ഇത് കൊടുക്കുന്നത് ഒന്നുകിൽ ഭാര്യയുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനോ അമ്മയോ ആയിരിക്കും. അതിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പറയാൻ വല്ല സോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അവർ പറയും കുട്ടിയൊക്കെ കൊടുക്കാനുള്ളതിനല്ലേ മൊബൈൽ, കുട്ടിയൊക്കെ കളിക്കാനുള്ള എന്തൊക്കെ മൊബൈലുണ്ട്, നല്ലത് മാത്രം ഉപയോഗിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് കൊടുക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 7 എന്ന് പറയുന്ന ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ആ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫോൾഡർ പോലെ അല്ലെങ്കിൽ ഒരു പേപ്പർ പോലെ, വൈറ്റ് പേപ്പറിൽ നമ്മൾ എഴുതുമ്പോൾ മാത്രമേ അതിൽ സാധനങ്ങൾ വരുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ 0 to 7 ഇവർ അബ്സോർവ് ചെയ്യുന്ന സാധനം അതേപോലെ പ്രതിഫലിക്കും. ഈ 0 to 7 കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കൾ ഏറ്റെടുക്കണം. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയ ഒരാളാണ്.